സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ബഹദൂർ ഒട്ടനവധി വ്യത്യസ്ത വേഷങ്ങളിലൂടെ അരനൂറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. മലയാള സിനിമയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം സാധ്യമാക്കിയ മൂല്യവത്തായ ചില പേരുകാരിൽ ബഹദൂറുമുണ്ട്. ഹാസ്യ നടനായും സ്വഭാവ നടനായും ഒക്കെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ PK കുഞ്ഞാലു എന്ന ബഹദൂർ ഒരു കാലത്ത് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായിരുന്നു. കോമഡി വേഷങ്ങളും സീരിയസ് കഥാപാത്രങ്ങളും അദ്ദേഹം ഒരുപോലെ മികച്ചതാക്കി. 1960-70 കാലഘട്ടത്തിൽ പ്രശസ്ത നടൻ അടൂർ ഭാസിയുമായി ചേർന്ന് ഒരു ഹാസ്യ ജോഡി തന്നെ മലയാള സിനിമയിൽ ഇദ്ദേഹം സൃഷ്ടിച്ചു. അരനൂറ്റാണ്ട് കാലത്തോളം ഹാസ്യ നടന്റെയും സഹനടന്റെയും നായകന്റെയും ഒക്കെ വേഷം കെട്ടി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട ബഹദൂർക്ക. കഷ്ടപ്പാടിലായിരുന്ന തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സിനിമാ രംഗത്ത് വന്ന ബഹദൂർ പിന്നീട് കഷ്ടപ്പെടുന്ന പല പുതിയ കലാകാരന്മാർക്കും ആശ്വാസവും അഭയവുമായിട്ടുണ്ട്. 1935 കൊച്ചു മൊയ്തുവിൻ്റെയും ഖദീജയുടെയും 9 മക്കളിൽ ഒരുവനായി PK കുഞ്ഞാലു എന്ന ബഹദൂർ ജനിച്ചു. 8 സഹോദരങ്ങളിൽ 7 സഹോദരിമാരായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യത്തിനും പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞാലുവിൻ്റെ മനസ്സു നിറയെ നാടകവും സിനിമയുമായിരുന്നു. കുഞ്ഞാലു പഠിത്തത്തിലും അഭിനയത്തിലും മിടുക്കൻ കുട്ടിയായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടുകയും കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേരുകയും ചെയ്തു. സാമ്പത്തിക പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നതിനാൽ പഠനം തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായത് അപ്പോഴാണ്. അപ്പോഴും നാടക നടനാകണമെന്ന മോഹമാണ് മനസ്സിലുണ്ടായിരുന്നത്. ജില്ലാ കളക്ടറായിരുന്ന അബ്ദുള്ള കുഞ്ഞാലുവിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു. അന്നത്തെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഓമന കുഞ്ഞമ്മയുടെ സഹോദരനായിരുന്ന പ്രശസ്ത നടനായിരുന്നു തിക്കുറിശ്ശി സുകുമാരൻ നായർ. അങ്ങനെ ഓമന കുഞ്ഞമ്മ കുഞ്ഞാലുവിനെ തിക്കുറിശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും തിക്കുറിശ്ശി കുഞ്ഞാലുവിനെ ബഹദൂറാക്കി മാറ്റി സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. 1954 അവകാശി എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിലാണ് ബഹദൂർ ആദ്യം അഭിനയിച്ചത്. ഇക്കാലത്ത് ആകാശവാണിയിലും അമച്വർ പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ച് അദ്ദേഹം പേരെടുത്തു കഴിഞ്ഞിരുന്നു. നീല പ്രൊഡക്ഷൻസിന്റെ ചിത്രങ്ങളിൽ സ്ഥിരം പ്രത്യക്ഷപ്പെട്ട ബഹദൂറിനെ ഏറെ പ്രശസ്തനാക്കിയത് പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ്. ഈ ചിത്രത്തിന്റെ വൻ വിജയത്തോടെ ബഹദൂർ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തീരുകയായിരുന്നു. ഉദയയുടെ ചിത്രങ്ങളിലും പിന്നീട് മുച്ചൂട്ട് കളിക്കാരന്റെ മകൾ എന്ന ചിത്രത്തിലും നായകനായി. അടൂർ ഭാസി ബഹദൂർ ടീം മലയാള സിനിമയിൽ പൊട്ടിച്ചിരിയുടെ യുഗം തന്നെ സൃഷ്ടിച്ചു. സ്വഭാവ നടനായും ബഹദൂർ സ്വന്തം പ്രതിഭ തെളിയിച്ചു. മഞ്ഞിലാസിന്റെ കടൽപ്പാലം, വാഴ്വേ മായം, യക്ഷി, അനുഭവങ്ങൾ പാളിച്ചകൾ എന്നീ സിനിമകളിൽ അദ്ദേഹം ഉജ്ജ്വലമായ ഭാവാഭിനയമാണ് കാഴ്ചവെച്ചത്. 1970, 72 എന്നീ വർഷങ്ങളിൽ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന അവാർഡ്, 1973-ലും 76-ലും മികച്ച സഹനടനുള്ള സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരം, 1976-ൽ മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരം എന്നിവ നേടി. നാടകങ്ങളിലും അദ്ദേഹം സ്വന്തം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ബഹദൂറിന്റെ പങ്കാളിത്തത്തോടെയുള്ള നാടക കമ്പനിയുടെ മാണിക്യക്കൊട്ടാരം, വല്ലാത്ത പഹയൻ എന്നീ നാടകങ്ങൾ കേരളത്തിലുടനീളം അരങ്ങേറി പ്രശസ്തി നേടി. നാടകത്തിന്റെ കീർത്തി പിന്നീട് ഇതിനെ സിനിമയാക്കുവാനും ബഹദൂറിനെ പ്രേരിപ്പിച്ചു. ഭരതന്റെ ആരവം, PA ബക്കറിന്റെ മാൻപേട എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു. KC ലാബ് എന്ന പേരിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സിംഗ് സ്റ്റുഡിയോ തുടങ്ങി. ഇതിന്റെ പണി പൂർത്തിയാക്കുമ്പോഴേക്കും സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് പൂർണ്ണമായും കളറിലേക്ക് മാറിയിരുന്നു. അതോടെ കടം പെരുകി അദ്ദേഹത്തിന്റെ സ്ഥാപനം ജപ്തി ചെയ്തു. വിതരണ കമ്പനി തുടങ്ങിയെങ്കിലും അതും പരാജയപ്പെട്ടു. അദ്ദേഹം നിർമ്മിച്ച 4 സിനിമകളും വിജയിച്ചില്ല. എന്നാൽ സിനിമകളിൽ അഭിനയിച്ച് കിട്ടിയ പ്രതിഫലം കൊണ്ട് അദ്ദേഹത്തിന് 5 സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സാധിച്ചു. മരിച്ചുപോയ സഹോദരന്റെ മകളുടെ കാര്യങ്ങൾ നോക്കാനും കഴിഞ്ഞു. ഒപ്പം സ്വന്തം മകളെയും നല്ല നിലയിലെത്തിച്ചു.
ഏതാണ്ട് 46 വർഷക്കാലം മലയാള സിനിമാ പ്രേക്ഷകനെ ചിരിപ്പിക്കുകയും ചിലപ്പോൾ കരയിപ്പിക്കുകയും ചെയ്തു. ഹാസ്യവും ഗൗരവവും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ച മഹാപ്രതിഭയായിരുന്നു. ഒരു നടൻ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രത്തിൽ ഏറെ വ്യത്യസ്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം കിട്ടുക എന്നത് ആ നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ആ മഹാഭാഗ്യമാണ് മലയാളത്തിൻ്റെ അതുല്യ കലാകാരൻ ബഹദൂറിന് ലഭിച്ചത്. കണ്ണീർ മഴയത്ത് ചിരിയുടെ കുട ചൂടിയ സർക്കസ് കലാകാരനായി ഏവരുടെയും ഉള്ളിലയ്ക്കുന്ന കഥാപാത്രമായി ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജോക്കറാണ് അവസാനമായി വേഷമിട്ടത്. നാടക നടനായി തുടങ്ങിയ ബഹദൂറിന് ആ അനുഭവങ്ങൾ സിനിമയിൽ മുതൽക്കൂട്ടായിരുന്നു. നടനെന്ന നിലയിൽ നിരന്തരം സ്വയം നവീകരിച്ച ബഹദൂർ അഭിനയത്തെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം പഠിത്തം നിർത്തേണ്ടി വന്ന ബഹദൂർ ആദ്യം ജീവിത മാർഗത്തിനു വേണ്ടി ബസ് കണ്ടക്ടറായി ജോലി നോക്കി. പിന്നീട് മലയാള ചലച്ചിത്രകാരനും നടനുമായ തിക്കുറിശ്ശിയെ ഒരു ബന്ധുവഴി കണ്ടുമുട്ടുകയും സിനിമയിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയുമായിരുന്നു. തിക്കുറിശ്ശിയാണ് അദ്ദേഹത്തിന് ബഹദൂർ എന്ന പേര് സമ്മാനിച്ചത്. നൂറ്റാണ്ട് കാലത്തോളം വെള്ളിത്തിരയിലെ വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച ബഹദൂർക്ക അവസാനമായി അഭിനയിച്ച സിനിമയിലെ ഗാനത്തിലെ വരികളെ കണ്ണീർ മഴയത്ത് ചിരിയുടെ കുട ചൂടി അനർത്ഥമാക്കിക്കൊണ്ട് മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും മലയാള സിനിമയുടെ സ്വന്തം ബഹദൂർക്കയായും പ്രിയപ്പെട്ടവരുടെ കുഞ്ഞാലുവായും അദ്ദേഹം ഇന്നും ജീവിക്കുന്നു.